എന്നാലും ആരായിരിക്കും? എടി ഒരു സംശയവും വേണ്ട, ഇത് ഉറപ്പായിട്ട് നമ്മുടെ ശത്രുക്കളായിരിക്കും. എൻ്റെ പെങ്ങളെ, നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്നതുകൊണ്ട് മാത്രമാ ഈ കൂടോത്രം നമ്മുടെ കണ്ണിപ്പെട്ടത്. അല്ല ഈ കണ്ണിപ്പെടാതെ പോയേനെ. സത്യം, ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രം. എന്നാലേ ഈ ശത്രുത എന്ന് പറയുന്നത് നമ്മളോട് ആർക്കെങ്കിലും തോന്നണ്ടേ? നമുക്കാര് ശത്രു ഇരിക്കണ്? അമ്മേ, ഇത് ശത്രുത മാത്രമായിരിക്കില്ല, നമ്മളോട് അസൂയം കാണും. പിന്നെ അസൂയൊക്കെ എന്തിന്? അല്ലടി, ആരെങ്കിലും നന്നായിട്ട് ജീവിക്കുന്ന കാണുമ്പോ മറ്റുള്ളവർക്ക് ചിലപ്പോ അസൂയൊക്കെ വരും. ഇത്ര കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം നമ്മളടുത്ത്, ഏത് ദാരിദ്ര്യം പിടിച്ചവനാണ് അസൂയ തോന്നുന്നത്? അതൊക്കെ കാണും. എടി പെങ്ങളെ, നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ അണ്ണാ ഉണ്ട്, എനിക്ക് സംശയമുണ്ട്. മറ്റേ എസ്ഐയും ഭാര്യയല്ലേ മിൻമിനി, അത് ചെയ്യും ഉറപ്പ്. അവൾ ആ ടൈപ്പാ. ഉണ്ടാവും, എസ് ഐക്ക് ഉണ്ടാവും. കാരണം അവന്റെ കൂമ്പിലിട്ട് ഞാനൊരു 4-5 ചാമ്പിയതാ. അതിന്റെ ഒരു വൈരാഗ്യം. അങ്ങനെയാണെങ്കിലേ അത് മാമനിട്ടുള്ള മാത്രമുള്ള പണിയാണ്, നമുക്കല്ല. അങ്ങനെ ഒറ്റയ്ക്ക് വരത്തില്ല, കൂട്ടായിട്ട്. ഇപ്പൊ നമ്മളെല്ലാരും എടുത്തില്ലേടി, കൈയെങ്കിലും ഒടിയും. ഓരോരുത്തരുടെ ഈ നാട്ടില് നമ്മളോട് ആർക്കെങ്കിലും ശത്രുതയോ അല്ലെങ്കിൽ ഒരു കണ്ണുകടിയോ ഉണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ, അത് തന്നെ. അവക്ക് തന്നെ അവന്റെ പെൺപിള ഉണ്ടല്ലോ, എന്ത് പിന്നോവനിങ്ങോ, അവള് ചെയ്യും. അവള് പറഞ്ഞ് അവനെ കൊണ്ട് ചെയ്യിച്ചായിരിക്കും. അവളുടെ ഒരു കൊക്ക് മൂക്കും അതിലൊരു കാക്കപ്പുളി. അണ്ണാ ഇത് നമുക്കിന്ന് ഇടിച്ച് പരത്തണം. അല്ല, പക്ഷെ അവർക്ക് നമ്മളെ നശിപ്പിക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനീ കൂടോത്രം വെക്കണം? അവരെ നാക്ക് തന്നെ ധാരാളം. ശരി, അത് പിങ്കി പറഞ്ഞ 100% കറക്റ്റാണ്. എടി, നാക്കൊണ്ട് വളവളാന്ന് പറയുന്നല്ലേ ഈ കൂടോത്രം. അത് നമ്മുടെ കുടുംബത്തിന്റെ പേര് നശിപ്പിക്കും. ദൈവമേ, ചോദിച്ചിട്ട് വേറെ കാര്യം. ഇന്ന് അവന്റെ കിഡ്നി നോക്കി എനിക്ക് 4 ചാമ്പ് അല്ല, അച്ഛൻ എന്താ ഈ സമയത്ത്? അത് മക്കളെ, ഇന്ന് ബാങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ഓഡിറ്റ് ഉണ്ട്, അപ്പൊ കുറച്ച് സമയം കിട്ടി. അതുകൊണ്ട് ഇവിടെ നടന്ന കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ. ഇവരെല്ലാരും കൂടെ മുറ്റത്ത് നിന്നപ്പോ ചെടിച്ചട്ടിക്കകത്തുനിന്ന് ഇത്ര ചെറിയ കുടത്തില് മറ്റേ കൂടോത്രം ചെയ്ത് വെച്ചേക്കുന്നു. എന്റെ പുളുന്താൻ അളിയൻ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ബാങ്കിലാണ് കുത്തിയിരുന്നാ മതിയല്ലോ. ഇവിടെ നടക്കുന്ന എന്തുവാന്നറിയാവോ? എവള് അങ്ങോട്ട് ഇരിച്ചാൽ എവളി എന്നും മറിഞ്ഞു വീണിട്ട് അവിടുന്ന് ഒരു കുടത്തിനകത്ത് കൂടോത്രം. അണ്ണാ ഇവളെടുത്ത് ഞാൻ എടുത്തതാ, ഞാനും എടുത്ത്, കൈയെങ്കിലും ഓടിയും. ഓടി ഒന്നുമില്ല മക്കളെ. എന്റെ മണി, ഇത് ആര് വെച്ചു കൂടോത്രം? ഇത് അവൻ ചെയ്ത, അവനും പെണ്ണും പിള്ളേരുടെ, പോലീസുകാരനും ഭാര്യയും. മണി, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒരു കുഴപ്പമില്ലാത്ത സമാധാനമായിട്ട് ഈ വീട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. ഇനി ഇതും പറഞ്ഞ് അവിടെ ചെന്നിട്ട് അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ മണി? ഞാൻ പറഞ്ഞേക്ക്, നീ ഈ ഇത്ര വിദ്യാഭ്യാസമുള്ള നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ചേട്ടൻ വേണ്ടായിരിക്കും, ഞങ്ങള് പോയി ചോദിച്ചിട്ട് വരട്ടെ. അത് മണിക്കൂട്ടിനുമായിട്ടോ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അളി ഒരു കാര്യം ചെയ്യും, ഒരു കരയൊടുക്ക് രസീത് ബാക്കി കാശും എല്ലാം കൂടെ എടുത്ത് വെച്ച് ചിലപ്പോ കേസായിരിക്കും. മണിക്കൂട്ടാ, അതേനോടി മക്കളെ എവിടെ നിന്നോ?